രാത്രികാലം നമുക്ക് പറയണം, കർത്താവേ ഹല്ലേലൂയ, നീ നൽകിയിട്ടുള്ള ദാനങ്ങൾ, നീ തന്നിട്ടുള്ളത് ഹല്ലേലൂയ പറഞ്ഞു തീരാതോണം വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് സ്തോത്രം അർപ്പിക്കുന്നു. നീ ചെയ്തിട്ടുള്ള നന്മകൾ, നീ ചെയ്തിട്ടുള്ള ദാനങ്ങൾ എന്റെ ജീവിതത്തിൽ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേല് നീ നൽകിയിട്ടുള്ളത്, എന്റെ ആത്മീയ ജീവിതത്തിൽ നീ നൽകിയിട്ടുള്ള ആ വലിയ ദാനങ്ങൾ നിമിത്തം രാത്രികാലം എനിക്ക് നീ സ്തുതിക്കാൻ അവസരം തന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. ഓ ദൈവം നമ്മളെ ഓർമ്മിക്കുന്നു. ഹല്ലേലൂയ. ഈ ദാനങ്ങളൊക്കെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? അപ്സരമായെന്ന് പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എവിടെ നിന്ന് യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഈ ദാനങ്ങൾ ഒക്കെയും ലഭിച്ചത് 1:17 എവിടെ നിന്നാണെന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നു. എല്ലാം നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇതാണ് നമ്മൾ ഇന്ന് രാത്രിക്കാർ അനുഭവിക്കുന്ന ദൈവത്തിന്റെ ദാനം. എവിടെ നിന്നാണ് കിട്ടുന്നത്? ഹല്ലേലൂയ. എല്ലാ നല്ല വരങ്ങളും, പ്രൈസ് ദി ലോർഡ്, നാം ഇന്ന് അനുഭവിക്കുന്ന സകല നന്മകളും എന്റെ സർവശക്തനായ ദൈവം ഹല്ലേലൂയ എനിക്ക് തന്നതാണ്. അതാണ് നമ്മൾ പാടിയത്. ക്രൂശിൽ കണ്ടു ഞാൻ നിന്റെ സ്നേഹത്തെ. എങ്ങനെയുള്ള സ്നേഹത്തെയാണ്? എങ്ങനെയുള്ള ത്യാഗത്തെയാണ്? ആഴമാർന്നതിൽ മഹാത്യാഗത്തെ. ലോകത്തിൽ ഒരു മനുഷ്യനും ഇന്നുവരെ അങ്ങനെ ഒരു ത്യാഗം ചെയ്തിട്ടില്ല. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ. അതാണ് വായിച്ചത്. ഉയരത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ ദാനം ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്തെല്ലാമാണ് ഉയർത്തി നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ദാനങ്ങൾ? അതിന് തിരുവനന്തപുരത്ത് നമ്മളെ ഓർമ്മിക്കുന്ന മറുപടികളുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ 3:14 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം തന്റെ പുത്രനെ നൽകി, നമുക്ക് ദാനമായി നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പുത്രത്വത്തിന്റെ സ്നേഹമാണ് ഇത് രാത്രികാലം നമ്മൾ അനുഭവിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. സ്വന്തം മക്കളാക്കി നമ്മളെ മാറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ആർക്കും വേണ്ടാതെ കിടന്ന നമ്മളെ, ദൈവത്തിന്റെ സ്തോത്രം, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യം നിന്നിരുന്ന നമ്മളെ, ഇസ്രായേൽ പൗരത്വത്തിന് അന്യം നിന്നിരുന്ന നമ്മളെ, ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, ദൈവമില്ലാത്തവരായി നിന്നിരുന്ന നമ്മളെ തന്റെ സ്നേഹം ഇറക്കിക്കൊണ്ടുവന്ന് ഹല്ലേലൂയ യേശു എന്ന ദാനം നമുക്ക് നൽകിയായിട്ട് തിരുവചനം ഓർമ്മിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം തന്നെ 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഹല്ലേലൂയ ശമരിയാക്കാരിയായിരിക്കുന്ന സ്ത്രീ ഹല്ലേലൂയ യേശു കർത്താവിന്റെ അടുക്കൽ നിൽക്കുകയാണ്. യേശു കർത്താവിന്റെ അടുക്കൽ നിൽക്കുന്ന സ്ത്രീ ഹല്ലേലൂയ അവിടെ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ നീ ഹല്ലേലൂയ സാധാരണ മനുഷ്യർ പറയുന്ന പോലെ ഒരു മറുപടി അവൾ പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞു. അവളുടെ കണ്ണ് കുരുട്ട് കണ്ണായിരുന്നു. അവളുടെ കണ്ണ്